നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്? അവർക്ക് അവരുടെ ലൈഫിലുള്ള ഒരു കാര്യങ്ങൾക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണെന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഒത്തിരി നാളുകളായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സെപ്പറേഷൻ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത നാൾ മുതൽ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈഫിൽ ഒത്തിരി ബിസി ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. തീർച്ചയായിട്ടും അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നൊരു നിമിഷമാണിപ്പോൾ. ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ തീവ്രമായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടെന്ന് കാണുന്നു. നിങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ലൈഫിൽ ഒരു വെളിച്ചമുണ്ടാവണം, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കണം ലൈഫിൽ. ലൈഫ് പാർട്ട്ണറായിട്ടെങ്കിലും അവർ ലൈഫ് മുന്നോട്ട് നിങ്ങളോട് ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിലുള്ളത്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ സാമീപ്യം വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിയാലിറ്റിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യെസ്, ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും ഈ വ്യക്തി നിങ്ങളെ വിവാഹം ചെയ്യാനും അതുവഴി ഒരു ലൈഫ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് എത്തണം, ഒരുമിച്ച് ജീവിക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ സാമീപ്യം ഈ ഒരു മൊമെൻറ്റിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, നിങ്ങൾ തന്നിരുന്ന സ്നേഹം എത്രമാത്രമാണ്, ഈ ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ എത്രമാത്രം വാല്യൂബിൾ ആണ് എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ നൽകിയിട്ടുള്ളത് പോലുള്ള സ്നേഹത്തിന് പകരമായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല അവരുടെ ലൈഫിൽ എന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അവർ ഈ ഒരു സമയത്ത് കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവരുടെ സ്റ്റെബിലിറ്റി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കരിയറിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഒരുപാട് ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട് എങ്കിൽ പോലും അവർ ഈ സെപ്പറേഷനിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി അവർ ആക്റ്റീവ് ആയിരിക്കാം, സോഷ്യൽ മീഡിയയിലെല്ലാം അവർ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടാവാം. ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ അവർ എന്താണ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ കരിയറിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം, അതിലെല്ലാം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ ഒരു യെസ്, അൺകണ്ടീഷണൽ ലവ് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്രമാത്രം ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു പ്രണയമാണ് ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത്. അവർ നിങ്ങളുടെ സാമീപ്യം വളരെ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണിത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. 2 ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് കപ്സ്. പറയാൻ ഒരു വാക്കുകളും കിട്ടുന്നില്ല, അത്രമാത്രമുള്ള ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോട് ഈ ഒരു മൊമെൻറ്റിൽ തോന്നുന്നത്. നിങ്ങളുടെ സാമീപ്യം അവർ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവാം. യെസ്, അവരുടെ ലൈഫിൽ എന്താണ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവരുടെ ബ്രൈറ്റ്നസ് അവരുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കുന്നു. അവർക്ക് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു ലൈഫാണ് അവരുടെ ഒരു ഡ്രീമായിട്ട് അവർ കാണുന്നത്. അവരുടെ കയ്യിലുള്ളൊരു വെളിച്ചമാണ്, അവരുടെ ലൈഫിലെ പ്രകാശമാണ് നിങ്ങളെന്ന് അവർ ഓരോ നിമിഷവും അവർ ചിന്തിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന മൊമെൻറ്റ്സുകൾ മാത്രമാണ് അവരുടെ ലൈഫിൽ സന്തോഷം നൽകിയിട്ടുള്ളത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും അവർ നിങ്ങളെ ഉപേക്ഷിക്കുന്നതല്ല. മേ ബി ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ്, ചിലപ്പോൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് റീസൺസ് കൊണ്ട് നിങ്ങൾ സെപ്പറേഷനിലാണ് എങ്കിൽ പോലും ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ജനറൽ റീഡിംഗ് ആണ് എങ്കിൽ പോലും പലർക്കും ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോൾ ബോണ്ടിങ് ഫീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പാണ്. ഓക്കെ,
പക്ഷേ എങ്കിലും നമുക്ക് ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിട്ട് കുറച്ച് പേർക്ക് ഇത് കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ്. ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുന്നില്ല. നിങ്ങൾക്ക് 2 പേർക്കും പരസ്പരം വിട്ട് മാറാനായിട്ടോ ഈ ഓർമ്മകളിൽ നിന്ന് ഒഴിവാവാനായിട്ടോ കഴിയുന്നില്ല. ഈ വ്യക്തിയെ അത്രമാത്രം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയം വളരെ സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. യെസ്. മേബി നിങ്ങൾക്കിടയില് ചെറിയ രീതിയിലുള്ളൊരു കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ടാവാം. എന്തിൻ്റെയെങ്കിലും പേരിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം. ചെറിയ രീതിയില് നിങ്ങള് സെപ്പറേറ്റഡ് ആണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ വളരെ പെട്ടെന്നായിരിക്കും ആ വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. സൂൺ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സെപ്പറേഷൻ, ആ കോൺഫ്ലിക്ട്സ് മാറുന്നതായിരിക്കാം. ആ വ്യക്തി അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും ഈ അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കാം നിങ്ങൾക്കിടയിലെ സെപ്പറേഷന് ഒരു കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഫർഗീവ്നെസ് കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യാനാണ്. നിങ്ങളോട് വീണ്ടും ഒരു അവസരം കൂടി അവരുടെ ലൈഫിലേക്ക് കൊടുക്കണം എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും അവർ നിങ്ങൾക്ക് അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മേബി ഇത് ഒത്തിരി പേർക്കും ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അവർ മെസ്സേജ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ. യെസ്, അവർ നിങ്ങളോട് പ്രൊപ്പോസ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് അവർ നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്ട്സ് എന്തായാലും വളരെ പെട്ടെന്ന് മാറുന്നതായിരിക്കും. ഈ വ്യക്തിയായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. ഐ എം വെയിറ്റിംഗ് ഫോർ ദി റൈറ്റ് ടൈം. ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് I need your time and commitment. I know I didn't provide you the things you deserve, but now I am ready. Okay. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം അവർ ഒരിക്കലും നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നവർ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം, കമ്മിറ്റ്മെന്റ് എല്ലാം തരാനായിട്ട് അവർ റെഡിയാണ്. യു സ്റ്റിൽ ഹോൾഡ് ദി കീ ടു മൈ ഹാർട്ട്. ഐ ലവ് യു സോ വെരി മച്ച്. ലവ് യു എ ലോട്ട്. ഇപ്പോഴും അവരുടെ ഹൃദയത്തിന്റെ താക്കോല് നിങ്ങളിലാണ്. അത്രമാത്രം ആഴത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.